പ്രവേശനോത്സവം. പുതിയ അധ്യയന വർഷത്തിന്റെ ജാലകം തുറന്ന സുദിനമായിരുന്നു 2024 ജൂൺ 3. പുത്തൻ പ്രതീക്ഷകളോടെ, അതിരറ്റ ആവേശത്തോടെ, മാതാപിതാക്കളുടെ വിരൽത്തുമ്പ് പിടിച്ച്, ആഹ്ലാദത്തോടും അല്പം ആശങ്കയോടും കൂടി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ച നവാഗതരെ വിശിഷ്ട അതിഥികളും ഹെഡ്മിസ്ട്രസും അധ്യാപകരും കുട്ടികളും ചേർന്ന് കരഘോഷത്തോടെ സ്വീകരിച്ചു. PTA പ്രസിഡന്റ് ശ്രീമാൻ റിജോ ജോർജ് അധ്യക്ഷത വഹിച്ച ഈ സമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ ശ്രീമതി ജിൻസി ജോയ്സൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മധ്യസ്ഥനായ ക്രിസ്തുരാജന്റെ സന്നിധിയിൽ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് നവാഗതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പുതിയതായി കടന്നു വന്ന കുട്ടികൾക്ക് പഠന കിറ്റ് നൽകി വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. നാടൻപാട്ട് കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻ പാട്ടുകളുടെ താളത്തിനൊത്ത് കുട്ടികൾ ആർത്തുപാടി. ഏവർക്കും മധുരം നൽകി പ്രഥമ ദിനം ഉത്സവ ദിനമായി കൊണ്ടാടി. സ്കൂൾ അസംബ്ലി. നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും ദേശസ്നേഹവും വളർത്തുവാൻ തക്കവിധത്തിൽ എല്ലാ ദിവസവും സ്കൂൾ അസംബ്ലി നടത്തിവരുന്നു. പ്രാർത്ഥനയിലൂടെ ഈശ്വര സാക്ഷാത്കാരവും ലോകപരിചയവും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും പകരാനുള്ള വേദിയായി സ്കൂൾ അസംബ്ലി മാറുന്നു. ജൂൺ ആദ്യ വാരത്തിൽ തന്നെ ക്ലാസ് ലീഡേഴ്സിനെയും അതിൽ നിന്ന് സ്കൂൾ ലീഡേഴ്സിനെയും തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ സ്കൂൾ ലീഡേഴ്സായി മാസ്റ്റർ റയാൻ CL, കുമാരി അന്ന റോസ് PB എന്നിവരെ തെരഞ്ഞെടുത്തു. ഭൗതിക സാഹചര്യങ്ങൾ. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മാനേജ്മെൻറ്റ് എന്നും ബദ്ധശ്രദ്ധരാണ്. ഉച്ചഭക്ഷണ ആവശ്യങ്ങൾക്കായി ഒരു ഫ്രിഡ്ജും കുട്ടികളുടെ കമ്പ്യൂട്ടർ പരിശീലനത്തിനു വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും 2 കമ്പ്യൂട്ടറുകളും നൽകി. മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് ബാത്റൂമിലേക്ക് ചെളി ചവിട്ടാതെ സുഗമമായി നടക്കുന്നതിന് ഒരു നടപ്പാത കെട്ടിയുണ്ടാക്കി. വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സഹായിക്കുന്ന മാനേജ്മെൻറ്റിനോടുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അക്കാദമിക പ്രവർത്തനങ്ങൾ. സ്കൂൾ തുറന്ന ആദ്യ ദിവസം തന്നെ സ്റ്റാഫ് മീറ്റിംഗ് കൂടി അധ്യാപകർക്ക് ജോലികൾ വിഭജിച്ചു നൽകി. സ്റ്റാഫ് സെക്രട്ടറിയായി സിസ്റ്റർ പ്രണവയെയും SRG കൺവീനറായി ശ്രീമതി സോണിയ ഫ്രാൻസിസിനെയും തെരഞ്ഞെടുത്തു. ഓരോ ആഴ്ചയിലും SRG നടത്തി ആ ആഴ്ചയിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത ആഴ്ചയിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്നു. ഓരോ മാസവും യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി ക്ലാസ് PTAയിലൂടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നു. യൂണിറ്റ് ടെസ്റ്റിൽ A+, A ഗ്രേഡ് നേടിയ കുട്ടികളെ മെഡലുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അക്ഷരം ഉറപ്പിക്കുന്നതിനായി പ്രത്യേക പരിശീലനം നൽകുകയും രാഷ്ട്രഭാഷയായ ഹിന്ദി 1ാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിച്ചു വരികയും ചെയ്യുന്നു. കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവരാകാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും ഗണിത പുരോഗതിക്കായി ആഴ്ചയിൽ 2 ദിവസം അബാക്കസ് പരിശീലനവും നടത്തി വരുന്നു. LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി കുട്ടികളെ പ്രത്യേകം ഒരുക്കി പരിശീലനം നൽകി വരുന്നു. കഴിഞ്ഞ വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മാസ്റ്റർ ആരോൺ സെബിൻ, മാസ്റ്റർ അർജിത് S നായർ, കുമാരി ഹൃദ്യ MR, കുമാരി ദേവതീർത്ഥ PS, കുമാരി ശ്രീനിധി KS എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും SSAയും കാലാകാലങ്ങളിൽ നടത്തിവരുന്ന എല്ലാ കോഴ്സുകളിലും പരിശീലന പരിപാടികളിലും അധ്യാപകർ പങ്കെടുത്ത് തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ പഠന പുരോഗതിക്കായി സചിത്ര പുസ്തകം, സംയുക്ത ഡയറി, സർഗാത്മക ഡയറി, വായനാ ചങ്ങാത്തം, സർഗവേള എന്നിവ ഈ വിദ്യാലയത്തിൽ നല്ല രീതിയിൽ തന്നെ നടത്തിവരുന്നു. ദീപിക ബാലജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ DCL IQ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ 90 കുട്ടികൾ പങ്കെടുക്കുകയും
സർട്ടിഫിക്കറ്റുകളും മെഡലുകളും കരസ്ഥമാക്കുകയും ചെയ്തു. കുട്ടികളിൽ ഈശ്വരവിശ്വാസവും സന്മാർഗ മൂല്യങ്ങളും വളർത്തിയെടുക്കുവാൻ വിദ്യാലയത്തിൽ നടത്തിവരുന്ന സന്മാർഗ വേദപാഠ ക്ലാസുകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും നടത്തിവരുന്ന വിവിധ മത്സര പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. സ്കൂളിൻ്റെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാ വർഷവും സ്കൂളുകൾ സന്ദർശിച്ച് മോണിറ്ററിംഗ് നടത്തി വേണ്ട പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും നൽകി വരുന്നു. ഈ വർഷം നവംബർ 4-ാം തീയതി നമ്മുടെ വിദ്യാലയം സന്ദർശിച്ച് അക്കാദമിക കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും വിലയിരുത്തി. ദിനാചരണങ്ങൾ. ആദ്യ ദിവസം തന്നെ സ്കൂൾ വാർഷിക കലണ്ടർ, പ്രതിമാസ കലണ്ടർ എന്നിവ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിനാചരണങ്ങൾ നടത്തിവരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 19 വായനാ ദിനം. ജൂലൈ 5 ബഷീർ ദിനം. ജൂലൈ 21 ചാന്ദ്രദിനം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സെപ്റ്റംബർ 13 ഓണാഘോഷം. ഒക്ടോബർ 15 ഫീസ്റ്റ് ഓഫ് ഹെഡ് മിസ്ട്രസ്. നവംബർ 1 കേരളപ്പിറവി. നവംബർ 14 ശിശുദിനം. നവംബർ 16 പഠനയാത്ര. നവംബർ 28 സ്കൂൾ ഡേ സെലിബ്രേഷൻ. ഡിസംബർ 20 ക്രിസ്തുമസ് ആഘോഷം. പാഠ്യേതര പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികളെ മികവുറ്റവരാക്കാൻ ഡാൻസ്, സംഗീതം, ബാൻഡ് സെറ്റ്, ഗാർഡനിങ്, പച്ചക്കറിത്തോട്ട പരിപാലനം, വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിവരുന്നു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന് ഉപകരിക്കുന്ന ഒരു സ്കൂൾ ലൈബ്രറി വിദ്യാലയത്തിലുണ്ട്. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഉപജില്ലാതല സാഹിത്യ മത്സരങ്ങളിൽ മലയാളം കഥാരചനയ്ക്ക് അമല ASന് 3-ാം സ്ഥാനം ലഭിച്ചു. മാലിന്യ വിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയം ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുകയും അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ സ്കൂളിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. വലിച്ചെറിയൽ വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ ക്ലാസുകളിലും പെൻ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിത വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി ഇലകൾ നിക്ഷേപിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇല കമ്പോസ്റ്റ് ബൂത്ത് നമ്മുടെ വിദ്യാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ ശുചിത്വ സുസ്ഥിരത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പോസ്റ്റർ നിർമ്മാണം, കളറിംഗ്, ക്വിസ് എന്നീ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും കുട്ടികൾ പങ്കെടുത്ത് ട്രോഫിയും സർട്ടിഫിക്കറ്റ്സും കരസ്ഥമാക്കി. ദീപിക കളർ ഇന്ത്യ പെയിൻറിംഗ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 70%-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത് പ്രോത്സാഹന സമ്മാനത്തിനും സർട്ടിഫിക്കറ്റിനും അർഹരായി. PTA MPTA. ഈ വിദ്യാലയത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നിൽ സജീവമായി പ്രവർത്തിക്കുന്ന PTAയുടെ പങ്ക് വളരെ വലുതാണ്. ഈ വർഷത്തെ ആദ്യത്തെ PTA ജനറൽ ബോഡി യോഗം ജൂലൈ 12-ന് ചേർന്നു. ആ യോഗത്തിൽ വച്ച് PTA പ്രസിഡന്റായി ശ്രീമാൻ റിജോ ജോർജിനെയും വൈസ് പ്രസിഡന്റുമാരായി ശ്രീമാൻ ജിനേഷ്, ശ്രീമതി ധന്യ എന്നിവരെയും MPTA പ്രസിഡന്റായി ശ്രീമതി ലേഖയെയും തെരഞ്ഞെടുത്തു. വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് അവസരോചിതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വിദ്യാലയത്തിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നതിനും PTAയുടെ സജീവമായ സാന്നിധ്യമുണ്ട് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സമയാസമയങ്ങളിൽ രക്ഷിതാക്കൾക്ക് വിവിധ ക്ലാസുകൾ നൽകി ബോധവൽക്കരിക്കുവാൻ ഈ വിദ്യാലയം ശ്രമിക്കുന്നു. ഈ വർഷം വടക്കാഞ്ചേരി നഗരസഭയിലെ 41 ഡിവിഷനുകൾ വലിച്ചെറിയൽ വിമുക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളം 2025 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് മാതാപിതാക്കൾക്ക് നൽകി.
ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള. തങ്ങൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവുകൾ ദൈവം ദാനമായി നൽകിയതാണെന്ന ബോധ്യത്തോടെ നിരന്തര പരിശ്രമത്തിലൂടെ വളർത്തിയെടുക്കുവാനും പരിപോഷിപ്പിക്കുവാനും നമ്മുടെ കുട്ടികൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ഈ വർഷത്തെ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച പ്രകടനം വളരെ മികവുറ്റതായിരുന്നു. പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത 10 ഇനങ്ങളിൽ 5 എണ്ണത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും 2 എണ്ണത്തിന് സെക്കൻഡ് എ ഗ്രേഡും 3 എണ്ണത്തിന് തേർഡ് എ ഗ്രേഡും കരസ്ഥമാക്കി അഗ്രിഗേറ്റ് ഫസ്റ്റ് നമ്മുടെ സ്കൂൾ സ്വന്തമാക്കി. ഗണിതശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ, നമ്പർ ചാർട്ട് എന്നിവയിൽ ഫസ്റ്റ് എ ഗ്രേഡും ജോമെട്രിക്കൽ ചാർട്ടിന് എ ഗ്രേഡും പസിലിന് തേർഡ് എ ഗ്രേഡും നേടി LP വിഭാഗത്തിൽ അഗ്രിഗേറ്റ് സെക്കൻഡ് നമ്മുടെ സ്കൂളിന് ലഭിച്ചു. ശാസ്ത്രമേളയിൽ സയൻസ് ചാർട്ട്, പരീക്ഷണം, കളക്ഷൻ എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡുകളും സോഷ്യൽ സയൻസ് ഫെയറിൽ മോഡൽസിന് എ ഗ്രേഡും നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചു. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 13 മത്സരങ്ങളിൽ 10 ഇനങ്ങളിൽ എ ഗ്രേഡുകളും 3 ഇനത്തിൽ ബി ഗ്രേഡും കരസ്ഥമാക്കി. ഇതിനായി പരിശ്രമിച്ച എല്ലാ കുരുന്നു പ്രതിഭകൾക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി. ഉച്ചഭക്ഷണം. കുട്ടികളുടെ ശാരീരിക പോഷണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി നല്ല രീതിയിൽ നടത്തിവരുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ലഭ്യമാകുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ചേർത്ത് വരുന്നു. സമീകൃതാഹാരമായ മുട്ട, പാൽ എന്നിവ ആഴ്ചയിൽ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ നൽകി വരുന്നു. റിട്ടയർമെൻറ്റ്. ഓരോ ജന്മവും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ദൈവമഹത്വം പ്രകീർത്തിക്കുവാനും അപരന് അനുഗ്രഹമാകാനും ഈ ജന്മം കൊണ്ട് സാധിക്കണം. ജന്മവും കർമ്മവും അനുഗ്രഹീതമാക്കി ഇന്ന് നമ്മോടൊത്ത് വേദിയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സുഹൃത ഈ വർഷം അധ്യാപന രംഗത്തു നിന്നും വിട പറയുകയാണ്. നീണ്ട 20 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിൽ നിന്നും വിട ചൊല്ലുന്ന ഗുരുവര്യയ്ക്ക് സഹപ്രവർത്തകരുടെ 1000 പ്രണാമം. ഒപ്പം ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതം പ്രാർത്ഥനയും പ്രവർത്തനവുമാക്കി ഏവർക്കും മാതൃകയും പ്രചോദനവും നൽകിയ സിസ്റ്റർ നമ്മുടെ ഓർമ്മയിൽ എന്നുമുണ്ടാകും. ആത്മാർത്ഥമായ അധ്യാപനത്തിലൂടെ അറിവിൻ്റെ കൈത്തിരി കൊളുത്തി കുട്ടികൾക്ക് പ്രിയങ്കരിയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ സുഹൃതയ്ക്ക് ഭാവി ആശംസകൾ. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നതോടൊപ്പം ആരോഗ്യവും ആയുസ്സും ആനന്ദവും നൽകി ഈശ്വരൻ സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റും ഫലപ്രദമായ അധ്യാപനത്തിന് മാർഗരേഖയും സഹായ സഹകരണവും നൽകുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, BRC വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, ഉപകാരികൾ, സ്കൂളിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഏവർക്കും ഹൃദ്യമായ നന്ദി. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ ഏറെ മനോഹരമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ചവർക്കും എല്ലാ വിശിഷ്ട അതിഥികൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവർക്കും മുമ്പിൽ സാദരം സമർപ്പിക്കുന്നു.